ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ധൈര്യത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ പ്രാധാന്യം. ജീവിക്കുവാൻ നമുക്ക് ധൈര്യം ആവശ്യമാണോ, ആത്മവിശ്വാസമൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും അതെ, നല്ല ആത്മവിശ്വാസം വേണം, നല്ല ധൈര്യം വേണം. എന്നാൽ ഈ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമ്മൾ മറച്ചിരിക്കുകയാണ്. മറച്ചിരിക്കുന്നത് പലപ്പോഴും പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ ആത്മവിശ്വാസത്തെ മറച്ചിരിക്കുന്നു. അതുപോലെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പരാജയങ്ങൾ ഒക്കെ ഞാൻ ഒരു പരാജിതനാണ്, വീണ്ടും പരാജയപ്പെടും, അതുകൊണ്ടൊന്നും ശ്രമിക്കേണ്ട എന്ന തരത്തിലുള്ള ചില ചിന്തകൾ. പിന്നെ നമ്മളെക്കാളും വലിയ ആത്മവിശ്വാസവും ധൈര്യത്തോടെയൊക്കെ ചില ആളുകൾ പ്രവർത്തിച്ച് കാണുമ്പോൾ അപ്പോൾ മറ്റൊരു ചിന്ത വരും. ഓ, എനിക്ക് അതിനത്ര ധൈര്യമൊന്നുമില്ല, എനിക്കത്തരം ആത്മവിശ്വാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു ചിന്തകൾ, ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും മറച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. അത് ഇത്തരം ചിന്തകളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ചിന്തകളെ നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇത്തരം ചില ബിലീഫുകൾ, ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രവൃത്തിയാണ്, ടേക്കിംഗ് ആക്ഷൻ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലും ഭയമുണ്ട്. ഇപ്പോൾ നമ്മൾ ആത്മവിശ്വാസമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ധൈര്യമുള്ള വ്യക്തികൾ, എന്തും ജീവിതത്തിൽ നേടിയെടുക്കുന്ന വ്യക്തികൾ, അവർക്കൊക്കെ ഭയമുണ്ട്. അപ്പോൾ ഭയമുള്ളതല്ല ആത്മവിശ്വാസം എക്സ്പീരിയൻസ് ചെയ്യുന്ന ധൈര്യം ഉണ്ടാകുന്നതിന് തടസ്സം, മറിച്ച് ചിന്തകൾ മാത്രമാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആളുകളൊന്നും നേടില്ലായിരുന്നു. കാരണം എല്ലാവരിലും ഉണ്ട് ഭയം. അപ്പോൾ ഭയമല്ല നമ്മുടെ പ്രതിസന്ധി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയമാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഭയമല്ല, നമുക്ക് അതിന് കഴിയില്ല, ആത്മവിശ്വാസമില്ലാത്ത, ധൈര്യമില്ല എന്ന തരത്തിലുള്ള ചിന്തകളാണ്. അപ്പോൾ ഭയന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ പ്രോഗ്രസ്സുകൾ വരുന്നത്. അപ്പോൾ ഭയന്നിട്ടും കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ അപകടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതല്ല. മറിച്ച് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തിൽ നമുക്ക് പുരോഗമിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ ആ, കാര്യങ്ങൾ ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം ബ്രേക്ക് ചെയ്യുക. അതിനുള്ള പ്രവർത്തികൾ ചെയ്യുക. അങ്ങനെ ജീവിതത്തിൽ പുരോഗമിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ഇത്തരം ചിന്തകളുണ്ടെങ്കിൽ കൂടിയും ഭയങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മൾ ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മുടെ ആത്മധൈര്യം, ആത്മവിശ്വാസം, ധൈര്യം, കരുത്ത് ഇതൊക്കെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിന് ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ഈ ചിന്തകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളുകൾ അങ്ങനെ ആലോചിച്ച് ഇരിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ ആ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ ആ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ, അത് ചെയ്തു എന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു വല്ലാത്ത റിലീഫ് ഉണ്ടല്ലോ, അത് ആണ് നമ്മുടെ വളർച്ചയിലേക്ക് നമ്മുടെ ധൈര്യവാനാക്കുന്നതും കരുത്ത് നൽകുന്നതുമൊക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ജീവിതത്തിന് പുരോഗതിയിലേക്ക്, എൻ്റെ വിജയത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തുക. അത് തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾ തന്നെ പറയും എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതും ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, അതിനൊരു ധൈര്യം പോരാ, അതിനെനിക്കൊരു ആത്മവിശ്വാസമില്ല. ആ ചിന്ത മാറ്റി അതിന് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലൊരു മാറ്റം വേണം. നിങ്ങളൊരു ജോലി സ്ഥലത്താണ്, നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി ബോസിനോടൊന്ന് സംസാരിക്കേണ്ടി വരും. മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യണം. വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അപ്പോൾ അതിന്
ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് സ്റ്റെപ്പുകളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ. ശമ്പള വർധന വേണമെന്നുണ്ടെങ്കിൽ ബോസിനോട് പോയി ഒന്ന് സംസാരിക്കണം. പക്ഷേ അവിടെ ചിന്ത എന്താണ്? ഓ, അതിനുള്ള ആ ഒരു ധൈര്യം എനിക്കില്ല. യെസ്. എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? കാരണം അദ്ദേഹം നോ പറഞ്ഞാലോ, അല്ലെങ്കിൽ അത് അംഗീകരിച്ചില്ലെങ്കിലോ? ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പുതിയൊരു ജോലി കണ്ടെത്തണം ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലോ? എനിക്കതിനുള്ള ധൈര്യം പോരാ, ആത്മവിശ്വാസം പോരാ എന്ന ചിന്തകൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവും? അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ അതിനുവേണ്ട ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ബോസിനോട് ചോദിക്കണം. അപ്പോൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളൊരു ഒരു കാര്യങ്ങൾ, ഒരു ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടാക്കുക. എന്നിട്ട് ജസ്റ്റ് അദ്ദേഹത്തിനൊന്ന് വിഷ് ചെയ്യാം. വേണമെങ്കിൽ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിനൊന്ന് വിഷ് ചെയ്യാം. രണ്ടാമത്തെ ദിവസം നമുക്ക് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കയറിയിട്ട് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ ധൈര്യം വർദ്ധിക്കുന്നത്. നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഒക്കെ ആത്മവിശ്വാസം ചിന്തകളിലൂടെ ശരിയാക്കിയെടുക്കാം എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ മുന്നോട്ട് പോവില്ല. അപ്പോൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക. ഈ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ ധൈര്യമൊക്കെ വർദ്ധിക്കും. നമ്മുടെ ധൈര്യം വർദ്ധിക്കും, ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. നമ്മൾ നടന്നിട്ടേ നമ്മുടെ പാത ക്ലിയർ ആവുകയുള്ളൂ. പാത ക്ലിയർ ആയതിൻ്റെ ശേഷം നടക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. എന്നാൽ മെല്ലെ മെല്ലെ തുടങ്ങട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വഴി വളരെ ക്ലിയർ ആയിട്ട് വരികയും നല്ല ക്ലാരിറ്റി ലഭിക്കും. അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചിന്തകളല്ല. ചിന്തകൾ കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാം, വലിയൊരു ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാം. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അയ്യോ! ഞാനിപ്പോൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഇന്ന രീതിയിലായിരിക്കില്ല പറയാ. പിന്നെ ജോലിയെ ബാധിക്കുമോ? അല്ലെങ്കിൽ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? ആകെ പ്രശ്നമാവില്ലേ? ആകെ മാനക്കേടാവില്ലേ? എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരിക. ഞാനെപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പോകുന്ന കാര്യം. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. അയ്യോ! എന്തൊരു തണുപ്പായിരിക്കും. ഇപ്പോൾ വേണോ? പിന്നെ ആവാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറ്. അപ്പോൾ നമ്മൾ ആ കംഫർട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കാൻ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് വർഷങ്ങൾ നീണ്ടുപോകും. കാലം കടന്നുപോകും. പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെ എത്താത്ത ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ ഏത് ഏജിലാണെങ്കിലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മാറുവാൻ സാധിക്കും. നമ്മുടെ ഈ ഭയങ്ങളൊക്കെ ആക്ഷനിലൂടെ നമ്മൾ നേരിടുവാൻ തയ്യാറായി ആയിക്കഴിഞ്ഞാൽ. രണ്ട് തവളകളുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യാദൃച്ഛികമായി തവളകൾ ഒരു തൈരിൻ്റെ പാത്രത്തിലേക്ക് വീണു. അപ്പോൾ കുറച്ചൊക്കെ ചാടി നോക്കി രണ്ട് തവളകളും. അപ്പോൾ ഒരു തവള പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് ചാടുവാൻ വയ്യ. ഞാനാകെ ക്ഷീണിച്ചു. ഇവിടെ കിടന്ന് ഒരു തരത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ഇനി ശ്രമം നിർത്തുകയാണ്. ഞാനിങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ തവള അവിടെ ഇരുന്നു. പക്ഷെ മറ്റേ തവള എന്തായാലും മരിക്കാൻ പോവുകയാണ്. അപ്പം മരണം വരെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ആ തവള ചാടി 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 ആ തൈര് ഉറച്ചു പോയി. അത് ആ, നമ്മുടെ വെണ്ണയായിട്ട് മാറി. അപ്പോൾ അത് കുറച്ച് ഹാർഡാവുമല്ലോ. അങ്ങനെ ആ തവള ആ വെണ്ണയിൽ ചവിട്ടി പുറത്ത് ചാടി. മറ്റേ തവള ഒന്നും ചെയ്യാതെ അവിടെ കിടന്ന് ചത്തുപോവുകയും ചെയ്തു. അപ്പം അതുപോലെ നമുക്ക് എല്ലാ മാർഗങ്ങളുമുണ്ട്. കണ്ണൊക്കെ ഒന്ന് തുറന്ന് സാഹചര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കണ്ണടച്ചുകൊണ്ടാണ് നോക്കുന്നത് എന്ന് മാത്രം. അത് മാറ്റി നമ്മുടെ മനസ്സൊന്ന് വിശാലമാക്കുക, ഓപ്പൺ ആക്കുക. കണ്ണൊന്ന് തുറന്ന് നോക്കുക. ശ്രദ്ധയോടുകൂടെ ചുറ്റുമൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അവസരങ്ങളുടെ പെരുമഴ ഉള്ളതായിട്ട് കാണുവാൻ സാധിക്കും. അതിന് ആദ്യം നമ്മൾ ഈ കണ്ണടച്ചിട്ട് നോക്കുന്ന പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധ്യമാവും. അപ്പോൾ നമ്മൾ ഈ കംഫേർട്ടിൽ കിടന്ന് നമ്മളെ ജീവിതം നശിപ്പിക്കാതിരിക്കുക. അതിന് ഒരല്പം ധൈര്യം ഉപയോഗിക്കുക. സാഹചര്യങ്ങൾ നേരിടുവാനുള്ള, അതിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതിലൂടെ കടന്നു പോകുവാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കുക.
അപ്പോൾ നമുക്ക് പുരോഗതി ഉണ്ടാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ ചില ചലഞ്ചസും ചില സെറ്റ് ബാക്സുകളും ചില റിജക്ഷൻസും ചില നോകളും ഒക്കെ കേൾക്കേണ്ടി വരും. ഓക്കെ, നോ പ്രോബ്ലം. അതൊന്നും എൻ്റെ ശരീരത്തിന് ബാധിക്കുന്നില്ലല്ലോ. മനസ്സ് ചിന്തിച്ച് കൂട്ടുന്നില്ല, അത് കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോകും എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇതേപോലെ തന്നെ വേറൊരു ഒരു ഒരു സ്റ്റോറിയും കേട്ടിട്ടുണ്ട്. അതായത് ഈ ആ, ഒരു തവളെ വെള്ളത്തിലിട്ട് ടെമ്പറേച്ചർ മെല്ലെ 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 കൂട്ടി. അപ്പോൾ ഇതിനെ അറിയാൻ പറ്റുന്നില്ല, ഇത് ആ ഒരു ചൂടിലാണ്. കാരണം അതിൻ്റെ ശരീരവും ചൂട് കൂട്ടിക്കൊണ്ടുവന്നു. വെള്ളത്തിൻ്റെ ഒരല്പം ചൂട് പുറത്തുനിന്ന് കൂട്ടുന്ന സമയത്ത് ഈ തവളയുടെ ബോഡിയും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീണ്ടും ആ വെള്ളത്തിൻ്റെ ചൂട് കൂട്ടും. അപ്പോൾ അതിൻ്റെ ബോഡി വീണ്ടും അതിൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. വീണ്ടും അത് കുഴപ്പമില്ല, ഇതൊക്കെ. പിന്നെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ കംഫേർട്ടിൽ നമ്മൾ വല്ലാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ. നമ്മളറിയില്ല ഈ കംഫേർട്ട് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഞാൻ വല്ലാതെ കംഫേർട്ടായിരിക്കുന്ന ഏരിയ ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു തരത്തിലും ഒരു എക്സസൈസും ചെയ്യുന്നില്ല, ആ, ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷമാണ്. അപ്പോൾ അതൊരു കംഫേർട്ടാണ്. അങ്ങനെ വെറുതെ ഇരിക്കുക എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതൊരു കംഫേർട്ടാണ്. അത് നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്കില്ലും നമുക്ക് കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ആ കഴിവൊന്നും ഉപയോഗിക്കാതെ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ രസമാണ്. മൊബൈലിലൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ആ കംഫേർട്ട് നമ്മളെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കംഫേർട്ട് ഏതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ഒരു ജോലിയിൽ തന്നെ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിൽ നിന്ന് ഉയർന്നു പോകാനുള്ള സാഹചര്യം അവർക്കുണ്ട്, കഴിവുമുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്. പക്ഷേ ഈ കംഫേർട്ടിൽ ഇങ്ങനെ ഇരിക്കുക ഇതൊരു സുഖമാണ് എന്ന് ചിന്തിച്ച് അവർ ആ കംഫേർട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അറിയേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിന് അപാര ശക്തിയുള്ള ബ്രെയിനാണ്. അപാര കഴിവുകൾ നിറച്ചിരിക്കുന്ന ഒരു ബ്രെയിനാണ്, മനസ്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഴിവ് നമ്മൾ ഉപയോഗിക്കാതെ ഈ കംഫേർട്ടിലും അതുപോലെ നമുക്ക് എവിടെയാണോ ഫിക്സ് ആയിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ ഇരിക്കുന്നതിന് വേണ്ടി മാത്രമേ നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി ഉപയോഗിക്കുന്നുള്ളൂ. അത് ബ്രെയിനിൻ്റെ വളരെ തുലവുമായിട്ടുള്ള വളരെ ചുരുങ്ങിയ ശക്തി മാത്രമാണ്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് കംഫേർട്ടിൽ നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ലൈഫ് എന്നുള്ളത്. പക്ഷേ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതല്ല ലൈഫിൽ ഒരുപാട് സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗ്രോത്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, എവല്യൂഷൻ എന്നൊക്കെ പറയും, വളർച്ച. അപ്പോൾ വളർച്ച ഇല്ലെങ്കിൽ മുരടിച്ചു പോകും. ഈ വളർച്ച ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ശക്തി എടുക്കുകയാണെങ്കിൽ, ഭൂമിയെ എടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലോകം തന്നെ നോക്കൂ. 10-25 വർഷം മുമ്പുള്ള ലോകമല്ല, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അതൊക്കെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ എല്ലാം എവല്യൂഷനാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രോത്ത് നമ്മൾ അതിൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചെയ്യുന്ന ഒരു ദോഷമാണ്. അപ്പോൾ നമ്മളവിടെ വളരുവാൻ അല്ല, അവിടെ നമ്മൾ ഇല്ലാതെയാവുകയാണ് ചെയ്യുക. ശരീരത്തിൻ്റെ കാര്യം തന്നെ, ശരീരം എപ്പോഴും നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ ഓക്കെ, നീ അവിടെ കിടന്ന് നശിച്ചോ എന്നുള്ളൊരു കമൻറ്റാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രെയിനിനെ ഉപയോഗിക്കുക, നമ്മുടെ ശരീരം മൂവ് ചെയ്യാൻ, അതിന് എക്സസൈസ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, നടക്കാൻ പോകാം, ഇതൊക്കെ ചെയ്യാം. അതുപോലെ നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യുന്നതിന് നമുക്ക് വായിക്കാം, ഇത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകൾ കേൾക്കാം, നമുക്ക് പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, കരിയറിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം, ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പോസിബിലിറ്റി. അതുപോലെ നമ്മളെ കഴിവുകൾ, വരയ്ക്കാനോ പാടാനോ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അത്രമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കംഫേർട്ടിൽ മാത്രം നമ്മളിരിക്കുമ്പോൾ നമുക്കവിടെ മുരടിച്ചയാണ് സംഭവിക്കുന്നത്. അത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അത് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ആ പോസിബിലിറ്റീസൊക്കെ എത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും ഉപയോഗിക്കണം. ഭയം എന്ന ആ ഒരു മൂടി, അതിനെ മറികടക്കുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഭയം എന്നുള്ളത് നല്ല കാര്യമാണ്, അത് നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോവുക. ചിന്തകൾ കൊണ്ട് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഈ ചിന്തകളാണ്, വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ആദ്യം അത് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ വ്യക്തികളെ, സാഹചര്യങ്ങളെ ഒക്കെയാണ് നമ്മൾ കുറ്റപ്പെടുത്താറ്. ഇന്ന വ്യക്തി കാരണം എനിക്കൊന്നും നേടാൻ പറ്റിയില്ല,
ഇന്ന ഇന്ന സാഹചര്യങ്ങൾ കാരണം, ഇന്ന ഇന്ന എൻവയോൺമെൻറ്റ് കാരണം, ഇതൊക്കെ നമ്മളങ്ങനെ ബ്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ നമ്മുടെ മൈൻഡ്, അത് ലെ ചിന്തകളെ നമ്മൾ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും. അപ്പോൾ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ ചെറിയ തോതിലൊക്കെ ഹെൽപ്പ് ചെയ്യും മുന്നോട്ട് പോകാൻ ഇതിനൊക്കെ. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ചിന്തകൾ തന്നെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ചിന്താഗതി. അത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ അത്തരം വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഇപ്പോൾ സുഹൃത്തുക്കൾ, നല്ല പ്രോഗ്രസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന, സംസാരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകളൊക്കെ വരണം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുക. ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് കയറുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ധൈര്യമില്ല, ആത്മവിശ്വാസമില്ല എന്ന കാര്യം അത് വെറും ചിന്തകളാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ഈ ആത്മവിശ്വാസവും ധൈര്യവുമൊക്കെ. അതുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സർവൈവ് ചെയ്യുള്ളൂ. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ സർവൈവ് ചെയ്ത് എത്തിയിട്ടുള്ളത്. ഏത് സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഈ സംഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ചെറുപ്പത്തിലൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കതുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ടുള്ളത്. പാരൻസിനോട് കരഞ്ഞ് വിളിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. അവിടെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ കരഞ്ഞാൽ പ്രശ്നമാവുമോ, എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ആവുമോ, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം ഉള്ളിലുണ്ട്, ധൈര്യം ഉള്ളിലുണ്ട്. ആ ഒരു കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് ലോകത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ സർവൈവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഈ ശക്തി നമുക്ക് മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിനെ ഉയർത്തുന്നതിന് വേണ്ടി, ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി, ജീവിതം വളരെ സന്തോഷപൂർവ്വം, സമാധാനപൂർവ്വമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കപ്പാസിറ്റിയും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ധൈര്യമില്ല, ആത്മവിശ്വാസമില്ല എന്ന് ചിന്തിച്ചിരിക്കാതെ എൻ്റെ ജീവിതം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്, അതിന് ഞാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുക്കേണ്ടത്, അതിലെ ഓരോ സ്റ്റെപ്പുകൾ മെല്ലെ മെല്ലെ എടുത്തു തുടങ്ങുക. അപ്പോൾ ധൈര്യം ഇങ്ങനെ കൂടിക്കൂടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ ഭയം എന്ന സംഭവം, അത് അതിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ മാറും. അപ്പോൾ ഭയത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ഭയമുണ്ടെങ്കിൽ കൂടിയിട്ടും ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭയത്തിൻ്റെ പ്രസക്തി കുറയും. എന്നാൽ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഭയത്തിൻ്റെ പ്രസക്തി കൂടുകയും അത് വലിയൊരു ഭീകരരൂപിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട, നമ്മൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു വരും. അപ്പോൾ ആക്ഷൻ എടുക്കുക, തീരുമാനിക്കുക. ഇന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കുക, എൻ്റെ ജീവിതത്തിൽ പുരോഗതി വരുത്താൻ സഹായകരമായ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഓരോ കാര്യങ്ങൾ മെല്ലെ മെല്ലെ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും, ധൈര്യം വർദ്ധിക്കും, ജീവിതത്തിൽ വലിയ പുരോഗതി നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.